മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് 15ാമത്തെ ചാപ്റ്റർ റൈറ്റ്സ്, അവകാശങ്ങൾ. റൈറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അവകാശങ്ങൾ നമുക്ക് നോക്കാം. റൈറ്റ് ഈസ് എ ക്ലെയിം. ഇറ്റ് ഈസ് റിയലി എ ലീഗൽ ആൻഡ് ജസ്റ്റിഫൈഡ് ക്ലെയിം. It is something that we are entitled to get as citizens, as individuals, and as human beings. In this sense, right is connected to what is due to us. Thus, right is something that we consider to be due to us. അവകാശം ഒരു അവകാശവാദമാണ്, ഒരു ക്ലെയിമാണ്. നീതീകരിക്കാവുന്നതും നിയമപരവുമായ ഒരു അവകാശവാദമാണത്. പൗരന്മാരെന്ന നിലക്ക്, വ്യക്തികളെന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് ലഭിക്കേണ്ടതെന്തോ അതാണ് അവകാശം. ഈ അർത്ഥത്തിൽ അവകാശം അർഹതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് കിട്ടേണ്ടതായിട്ട് നാം കരുതുന്ന, നമുക്ക് അർഹതപ്പെട്ട എന്തോ ചിലതാണ് അവകാശങ്ങൾ. Rights should have the recognition of the society. The society should recognize the legitimate claim of the individuals so that they can enjoy the claims as rights. It is a fact that everything that we consider as necessary and desirable is not a right. For instance, when we go to school, we may desire to wear our favorite dress in the place of school uniform. In fact, all of our desires are not our rights. There is distinction between our desires and rights. Rights are the necessary claims of an individual to lead a decent and dignified life. Rights include all conditions which we think as the source of self-respect and dignity. For example, to have a dignified life, the right to livelihood is necessary. A better profession gives an individual economic independence. For an individual, economic freedom is necessary for having a dignified life. We get the atmosphere to develop our interests and talents only if our basic needs are satisfied. Rights are necessary for our well-being. That is why people are eager to enjoy them. If an activity is injurious to our health and well-being, it cannot be claimed as a right. അവകാശങ്ങൾക്ക് സമൂഹത്തിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. നിയമാനുസൃതമായി ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു അവകാശവാദമാണ് അതെന്ന് സമൂഹം അംഗീകരിക്കണം. നമുക്ക് ആവശ്യമാണെന്നും അഭിലഷണീയമാണെന്നും നാം കരുതുന്നതൊന്നും അവകാശമല്ല. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഉദാഹരണമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമിന് പകരം മറ്റ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു അവകാശമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇഷ്ടവസ്ത്രം ധരിച്ച് സ്കൂളിൽ പോകുക എന്നുള്ളത് എന്തല്ല, അവകാശമല്ല. അപ്പോൾ ആഗ്രഹങ്ങളും അവകാശങ്ങളും തമ്മിലൊരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആദരണീയമായ അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അവകാശവാദങ്ങളാണ് അവകാശങ്ങൾ. ആത്മാഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും സ്രോതസ്സായി നാം കരുതുന്ന സാഹചര്യങ്ങളെല്ലാം അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, അന്തസ്സുള്ളൊരു ജീവിതം നയിക്കുന്നതിന് ഉപജീവന മാർഗത്തിനുള്ള അവകാശം ആവശ്യമാണ്. മെച്ചപ്പെട്ടൊരു തൊഴിൽ ഒരു വ്യക്തിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. അയാളുടെ അന്തസ്സിനത് പ്രധാനമാണ്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതോടെ നമ്മുടെ കഴിവുകളും താൽപ്പര്യങ്ങളും വളർത്തിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. അവകാശങ്ങൾ നമ്മുടെ ക്ഷേമത്തിന് ആവശ്യമാണ്. ഇതാണ് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനുള്ള മറ്റൊരു കാരണം.
അവകാശങ്ങൾ തങ്ങളുടെ കഴിവുകളും പ്രതിഭയും വികസിപ്പിക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മുടെ വ്യക്തിചിന്തക്കുള്ള കഴിവിനെ വികസിപ്പിക്കാൻ സഹായിക്കുകയും പ്രയോജനകരമായ വൈദഗ്ധ്യം നൽകുകയും ജീവിതത്തിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഹാനികരമാണെങ്കിൽ അതിനെ അവകാശമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതൊരു അവകാശമായിട്ട് ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ അത് ബാധിക്കുമെന്നും പറയുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ പുകവലിക്കാനോ നമുക്ക് അവകാശമുണ്ടെന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്. വിവിധ തരം അവകാശങ്ങൾ. എന്തൊക്കെയാണ് വിവിധ തരം അവകാശങ്ങൾ നമുക്ക് നോക്കാം. Generally, rights are classified into three. There are natural rights, moral rights, and legal rights. Rights are classified into three: natural rights, moral rights, and legal rights. Natural rights are rights given by nature. Then moral rights are rights based on the moral conscience of the people. Legal rights are rights which are recognized by the state and implemented through its laws. വിവിധ തരം അവകാശങ്ങൾ. അവകാശങ്ങളെ പൊതുവെ മൂന്നായി തരംതിരിക്കാറുണ്ട്. നൈസർഗിക അവകാശങ്ങൾ, ധാർമ്മിക അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ. പ്രകൃതിദത്തമായ അവകാശങ്ങളാണ് നൈസർഗിക അവകാശങ്ങൾ. മനുഷ്യരുടെ ധാർമ്മികത, നീതിബോധം, മനസ്സാക്ഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ധാർമ്മിക അവകാശങ്ങൾ. രാഷ്ട്ര നിയമങ്ങൾ അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് നിയമപരമായ അവകാശങ്ങൾ. അപ്പോൾ അവകാശങ്ങളെ മൂന്നായി തിരിക്കാം: നൈസർഗിക അവകാശങ്ങൾ, ധാർമ്മിക അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ. Legal rights are classified into three, and they are political rights, civil rights, and economic rights. Legal rights are classified into three. First one, political rights. Political rights are the rights which enable the citizens to participate in the activities of the state. They are given only to the citizens of the state. Moreover, political rights can be seen only in democratic states: right to vote, right to stand for election, right to hold public offices, and right to criticize the government, etc. are some of the political rights. Political rights are supplemented by civil rights. Civil rights are the necessary conditions which should be enjoyed by the people for having a civilized life. Mainly, they are related to the life and property of an individual. In a state, unlike political rights, civil rights can be enjoyed not only by the citizens but also by aliens. Rights to life, right to property, right to freedom of movement, right to freedom of religion, etc. are some of the civil rights. But without economic rights, civil rights and political rights are meaningless. Economic rights related to the economic development of the people. People should be free from starvation and unemployment, right to work, right to get adequate wages for the work, right to have reasonable hours of work, right to get leisure, and the right to form labor unions, etc. are some of the economic rights. It is a fact that our right of political participation can be exercised properly only when our basic needs of food, shelter, clothing, and health are properly met. For persons who struggle to meet these basic needs, political rights have only little value.
So, democratic governments have begun to recognize these obligations and provide economic rights. Economic right is really a modern concept. In some countries, the state gives housing and medical facilities to the low-income citizens. In some other countries, the unemployed persons are given unemployment wages. In India, the central government has introduced the Rural Employment Guarantee Scheme among the poor people. അപ്പോൾ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 തിരിച്ചെന്ന് പറഞ്ഞു. അതിൽ നിയമപരമായ അവകാശങ്ങളെ വീണ്ടും 3 തിരിക്കുന്നു. അവകാശങ്ങളെ 3 തിരിച്ചിട്ടുണ്ട്. അവ നൈസർഗിക അവകാശങ്ങൾ, ധാർമ്മിക അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ. ഇനി നിയമപരമായ അവകാശങ്ങളെ വീണ്ടും 3 തിരിക്കുന്നു. 1 രാഷ്ട്രീയ അവകാശങ്ങൾ, 2 പൗരാവകാശങ്ങൾ, 3 സാമ്പത്തിക അവകാശങ്ങൾ. മിക്ക ജനാധിപത്യ രാഷ്ട്രങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളുടെ ഒരു പ്രമാണം തയ്യാറാക്കി പൗരന്മാർക്ക് സമർപ്പിക്കാറുണ്ട്. രാഷ്ട്രീയ അവകാശങ്ങൾ പൗരന്മാർക്ക് നിയമത്തിന് മുമ്പിലെ തുല്യതയും രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നതിനുള്ള അവകാശങ്ങളും നൽകുന്നു. അപ്പോൾ രാഷ്ട്രീയ അവകാശം പൗരന്മാർക്ക് നിയമത്തിന് മുമ്പിലെ തുല്യതയും രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നതിനുള്ള അവകാശവും നൽകുന്നു. വോട്ടവകാശം, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കാനോ അതിൽ ചേരാനുള്ള അവകാശം എന്നിവയൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവകാശങ്ങളാണ്. ഉദ്യോഗം വഹിക്കാനുള്ള അവകാശം, പരാതിപ്പെടാനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി പൗരാവകാശങ്ങൾ. വ്യക്തിയുടെ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം എന്നിവയെ സംബന്ധിക്കുന്ന അവകാശങ്ങളെയാണ് പൗരാവകാശങ്ങളെന്ന് പറയുന്നത്. പൗരാവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങളുടെ അനുബന്ധമായി നിലകൊള്ളുന്നവയാണ്. സ്വതന്ത്രവും നീതിനിഷ്ഠവുമായ വിചാരണക്കുള്ള അവകാശം, പ്രതിഷേധിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവ പൗരാവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ക്ഷേമത്തെ സംരക്ഷിക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് രാഷ്ട്രീയ അവകാശങ്ങളാണ്. എന്നാൽ സാമ്പത്തിക അവകാശങ്ങളില്ലാതെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അർത്ഥശൂന്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള നമ്മുടെ അവകാശം പൂർണ്ണമായും പ്രയോഗിക്കപ്പെടുകയുള്ളൂ. തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ കൂലിയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളുമാണ് അവർക്ക് വേണ്ടത്. അതിനാൽ ജനാധിപത്യ സമൂഹങ്ങൾ ഈ ബാധ്യതകൾ തിരിച്ചറിയാനും സാമ്പത്തിക അവകാശങ്ങൾ നൽകാനും തുടങ്ങിയിട്ടുണ്ട്. ജോലി ചെയ്യാനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, തൊഴിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക അവകാശങ്ങൾ. സാമ്പത്തിക അവകാശങ്ങൾ മനുഷ്യനെ അരക്ഷിതബോധത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. സാമ്പത്തിക അവകാശങ്ങൾ എന്നത് ആധുനിക സങ്കല്പമാണ്. ചില രാജ്യങ്ങളിൽ താഴ്ന്ന വരുമാനമുള്ള പൗരന്മാർക്ക് രാഷ്ട്രം പാർപ്പിടവും വൈദ്യസഹായവും നൽകുന്നു. മറ്റു ചില രാജ്യങ്ങളിലെ തൊഴിൽ രഹിതർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി തൊഴിലില്ലായ്മ വേതനം നൽകി വരുന്നു. ഇന്ത്യയിൽ ദരിദ്രരെ സഹായിക്കുന്നതിനായി ഗവൺമെൻറ് ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈയിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്ക് പുറമെ പൗരന്മാരുടെ സംസ്കാരങ്ങളും അവകാശങ്ങളും ജനാധിപത്യ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു. മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം, ഒരു വ്യക്തിക്ക് അയാളുടെ ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനുള്ള അവകാശം തുടങ്ങിയവ സാംസ്കാരികമായ അവകാശവാദങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം നല്ലൊരു ജീവിതം നയിക്കുന്നതിനുള്ള അവശ്യ ഘടകമായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ അവകാശ പട്ടിക അനുക്രമമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ എന്നിവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ റൈറ്റ്സ്.
right to vote, right to contest election, right to hold public offices, right to petition, right to criticize the government. Then civil rights. Examples: right to life, right to liberty, right to property, right to freedom of religion, right to freedom of thought, right to form associations. Then economic rights. Right to work, right to get adequate wages, right to reasonable hours of work, right to get leisure, right to form labor unions. നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ ഇവയിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് വോട്ടവകാശം, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ പ്രക്രിയകളിൽ രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കാനും അതിൽ ചേരാനുമുള്ള അവകാശം, ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം, പരാതിപ്പെടാനും വിമർശിക്കാനുമുള്ള അവകാശം. ഇനി പൗരാവകാശങ്ങൾ. പൗരാവകാശങ്ങളിൽ ഉൾക്കൊള്ളുന്നവയാണ് സ്വതന്ത്രവും നീതിനിഷ്ഠവുമായ വിചാരണക്കുള്ള അവകാശം, പ്രതിഷേധിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. സാമ്പത്തിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളുന്നവയാണ് ജോലി ചെയ്യാനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, തൊഴിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം. ഇനി നമുക്ക് നോക്കാനുള്ളത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. റെസ്പോൺസിബിലിറ്റീസ്. There is an inseparable relation between rights and responsibilities. In fact, rights impose on the state certain obligations. It is the responsibility of the state to ensure sustainable development. Likewise, the rights give certain responsibilities to the citizens also. Mainly, rights entrust individuals four responsibilities. They are: we should act not only for personal gain but also for common good. Second one, we should respect the rights of others. Third, we should balance our rights. Fourth, we should be vigilant about the limitation placed on our rights. അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. അപ്പോൾ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അവകാശങ്ങൾ രാഷ്ട്രത്തിനുമേൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ സുസ്ഥിരമായ വികസനം ഉറപ്പുവരുത്താനുള്ള ചുമതല അത് രാഷ്ട്രത്തെ ഏൽപ്പിക്കുന്നു. അതേപോലെ അവകാശങ്ങൾ വ്യക്തികളെയും ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് അവകാശങ്ങൾ ലഭിക്കുന്നത്, ഈ അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ അയാൾ സമൂഹത്തോടുള്ള ചില കടപ്പാടുകൾ നിറവേറ്റണം. അപ്പോൾ സമൂഹത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത്രയും തന്നെ തിരിച്ചു നൽകാനും വ്യക്തി ബാധ്യസ്ഥനാണ്. പ്രധാനമായിട്ടും 4 ഉത്തരവാദിത്തങ്ങളാണ് അവകാശങ്ങൾ വ്യക്തികളെ ഏൽപ്പിക്കുന്നത്. 4 ഉത്തരവാദിത്തങ്ങളാണ്. 1, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല പൊതു നന്മയ്ക്ക് വേണ്ടിയും നാം പ്രവർത്തിക്കണം. 2, മറ്റുള്ളവരുടെ അവകാശങ്ങളും നാം മാനിക്കണം. 3, നമ്മുടെ അവകാശങ്ങളെ സന്തുലിതമാക്കണം. 4, സ്വന്തം അവകാശങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരാകണം. അപ്പോൾ 1, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല പൊതു നന്മയ്ക്ക് വേണ്ടിയും നാം പ്രവർത്തിക്കണം. The rights compel us to think not only for our own personal gains but also for common good. Thus the rights give us the responsibility to work for common good, protecting the ozone layer, minimizing air and water pollutions, maintaining a green cover by planting new trees and preventing cutting down of trees, and maintaining an ecological balance are things which are essential for all of us. We should protect this common good for ourselves as well as for future generations. Then second one, we have the responsibility to respect the rights of others. Others also should respect our rights. For instance, when I say that I must have the right to express my views, I must give the
same right to others. If I do not want others to interfere in my affairs, I must not interfere in the choices of others also. My right to express my views freely should not be used to incite a mob to kill my neighbor. In order to enjoy my rights, I should not deny rights to others. Then, we must balance our rights when they come into conflict. For example, freedom of expression gives us to freedom to take photos. But if I take the pictures of a person without his consent while he is bathing and spread it in the internet are nearly really the violation of his right to privacy. We should place our rights and others' rights on equal position. One cannot be misused to the extent of denying the other. Next, citizens must be vigilant about the limitations which can be imposed on their rights. 4 ഉത്തരവാദിത്തങ്ങളാണ് വ്യക്തികളെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല പൊതു നന്മയ്ക്ക് വേണ്ടിയും നാം പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കുറിച്ചും താല്പര്യങ്ങളെക്കുറിച്ചും മാത്രം നാം ആലോചിച്ചാൽ പോരാ. പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അവകാശങ്ങൾ നമ്മെ നിർബന്ധിക്കുന്നു. അങ്ങനെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം അവകാശങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഓസോൺ പാളിയെ സംരക്ഷിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വനനശീകരണം തടഞ്ഞും ഹരിതാവരണം നിലനിർത്തുക, പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവയെല്ലാം സമൂഹത്തിലെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവ പൊതുനന്മകളാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും ഈ പൊതുനന്മകളെ നാം സംരക്ഷിക്കണം. ഈ ചുമതല അവകാശങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ പറഞ്ഞ മറ്റുള്ളവരുടെ അവകാശങ്ങളും നാം മാനിക്കണം. അപ്പോൾ നമ്മുടെ അവകാശങ്ങളുണ്ട്, അതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളെയും നാം മാനിക്കണം. മറ്റുള്ള അവകാശങ്ങളെ മാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ അവകാശങ്ങളെ മാനിക്കാനുള്ള ചുമതല മറ്റുള്ളവർക്കുമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കാനുള്ള ചുമതല നമുക്കും ഉണ്ട്. ഉദാഹരണമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതേ അവകാശം മറ്റുള്ളവർക്കും ഞാൻ നൽകണം. എൻ്റെ തിരഞ്ഞെടുക്കലുകളിൽ, അതായത് ഞാൻ ഏത് വസ്ത്രം ധരിക്കണം, ഏത് സംഗീതം കേൾക്കണം, മറ്റുള്ളവർ ഇടപെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ തിരഞ്ഞെടുക്കലിൽ ഇടപെടാതെ ഞാൻ മാറി നിൽക്കണം. അപ്പോൾ സ്വതന്ത്രമായ ഭാഷണത്തിനുള്ള അവകാശം എൻ്റെ അയൽക്കാരനെ വധിക്കാൻ ആൾക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതിന് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. അതായത് എൻ്റെ അവകാശങ്ങൾ എല്ലാവരും സമാനവും തുല്യവുമായ അവകാശങ്ങൾ എന്ന ആശയത്താൽ നിയന്ത്രിതമാണ്. ഇനി മൂന്നാമത്താണ്, നമ്മുടെ അവകാശങ്ങൾ തർക്കത്തിലകപ്പെടുമ്പോൾ നാം അവയെ സന്തുലിതമാക്കണം. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, ചിത്രങ്ങളെടുക്കാനുള്ള അവകാശം നമുക്ക് അനുവദിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ അവർക്കിഷ്ടപ്പെടാത്ത ഫോട്ടോസോ മറ്റോ നമ്മളെടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിരോധിക്കണം. മറ്റൊന്നാണ്, സ്വന്തം അവകാശങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരാണ്. അതായത് തങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഏർപ്പെടുത്താവുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ച് പൗരന്മാർ ജാഗ്രത പുലർത്തണം. ഇപ്പോൾ ദേശീയ സുരക്ഷയുടെ പേരിൽ ഗവൺമെൻറ്റുകൾ പൗരസ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഈ പൗരന്മാരുടെ ക്ഷേമവും അവകാശങ്ങളും സുരക്ഷിതമാക്കുന്നതിന് ദേശീയ സുരക്ഷയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഇതിനുള്ള ന്യായീകരണം. എന്നാൽ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ അവകാശത്തിന് ഏത് ദിശയിലാണ് ഭീഷണി ഉയർത്തുന്നതെന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന ഒരു രാജ്യത്തിന് പൗരന്മാരുടെ സ്വാതന്ത്ര്യം വെട്ടിച്ചുരുക്കാമോ? അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ ജനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അവരുടെ കത്തുകൾ തടഞ്ഞു വെക്കാനോ ഫോണുകൾ ചോർത്താനോ അനുവദിക്കാമോ? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തി സമൂഹത്തിന് ആസന്ന ഭീഷണി ഉയർത്തുന്നുണ്ടോ എന്നതാണ് മുഖ്യ പ്രശ്നം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് പോലും നിയമസഹായം അനുവദിക്കേണ്ടതാണ്. ഒരു കോടതിക്ക് മുമ്പിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം അവർക്കും നൽകുകയും വേണം.
അപ്പോൾ ഗവൺമെൻറ്റിന് അധികാരങ്ങൾ നൽകുമ്പോൾ നാം വളരെയധികം ജാഗ്രത പുലർത്തണം. വ്യക്തികളുടെ പൗരാവകാശങ്ങൾ വെട്ടിച്ചുരുക്കുന്നതിന് ഗവൺമെൻറ് അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്ന് നാം ഉറപ്പുവരുത്തണം.